യുലേഫോൺ എന്ന ബ്രാൻഡിൻ്റെ യുലേഫോൺ ആർമർ 33 പ്രോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യുലേഫോൺ ആർമർ 33 പ്രോ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. 25,500 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഇപ്പം സാധാരണ ഫോണുകളിൽ 5000 mAh ബാറ്ററി, 6000 mAh ബാറ്ററിയൊക്കെയാണ് കാണാറ്. ഇനി കൂടിപ്പോയാൽ 7000 mAh ബാറ്ററി ഉണ്ടാവാറുണ്ട്. അത് തന്നെ കൂടുതലാണെന്നാണ് നമ്മൾ പറയാറ്. ആ ഒരു ടൈമിലാണ് 25,500 mAh ബാറ്ററിയുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പം അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ചാർജിങ് സ്പീഡും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് ചാർജിങ് എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് വയർ ഉപയോഗിച്ചിട്ട് മറ്റ് ഡിവൈസുകൾ ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയും. അതായത് പവർ ബാങ്ക് പോലെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അത്രയും ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരുമ്പം ഈ ഒരു ഫോണിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ f1.95 വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. പിന്നെ 50 മെഗാ പിക്സലിൻ്റെ f2.2 വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ 64 മെഗാ പിക്സലിൻ്റെ f1.79 വരുന്ന നൈറ്റ് വിഷൻ ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നൈറ്റ് വിഷൻ ക്യാമറ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഓൺ പേപ്പർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ 118 dB ഹാലോ ഹൈഫൈ ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അത്യാവശ്യം ലൗഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പം അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ബട്ടൺ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. യു സ്മാർട്ട് കണക്ടർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്റ്റേണൽ ഡിവൈസുകൾ നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഫോണിൻ്റെ ബാക്കിൽ 3.4 ഇഞ്ചിൻ്റെ ഒരു LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. റെസൊല്യൂഷൻ വരുന്നത് 960x412 ആണ്. അപ്പം പല ഫോണുകളിലും കാണുന്നത് പോലെ വളരെ ചെറിയൊരു ഡിസ്പ്ലേ അല്ല ഇതിൽ കൊടുത്തിരിക്കുന്നത്. 3.4 ഇഞ്ച് എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ സൈസാണ്. ഇപ്പോൾ ഫ്ലിപ്പ് ഫോണുകളിലൊക്കെ കാണുന്നത് പോലത്തെ ഒരു ഡിസ്പ്ലേ സൈസാണ് ഇത്. അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് ഇതിൻ്റെത് വരുന്നത് 600 nits ആണ്. ഈ ഒരു ഡിസ്പ്ലേയുടെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ടിലുള്ള ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.95 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ വില 35,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പം ഫ്രണ്ടിൽ നമ്മൾ ഒരു AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ മിസ്സിംഗ് ആണ്. LCD പാനലേ വരുന്നുള്ളൂ. അപ്പം അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൽ പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 700 nits ആണ് വരുന്നത് ഈ ഒരു ഡിസ്പ്ലേയുടെ കാര്യത്തിൽ. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയുടെ ഫ്രണ്ടിലും ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ ഒക്കെ ഉണ്ടെങ്കിലും ഫ്രണ്ടിലുള്ള ഡിസ്പ്ലേ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫോണിൽ IP68 69K റേറ്റിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മികച്ചൊരു IP റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ MIL STD 810Hൻ്റെ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. പൊതുവെ ബിൽഡ് ക്വാളിറ്റിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കേഷനാണ്. അതും നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതൊരു റഗഡ് ഫോണാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 7300X എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 35,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സർ അല്ല. ഈവൻ 15,000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണുകളിൽ വരെ ഈ ഒരു പ്രോസസ്സർ ഇപ്പോൾ കാണുന്നുണ്ട്. പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചതല്ല. അതും കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയി എന്ന് പറയേണ്ടി വരും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ ബേസ് വേരിയന്റിൽ തന്നെ 16 GB റാമും 512 GB ഇൻറ്റേർണലൊക്കെ വരുന്നുണ്ട്. അത് നല്ല കാര്യങ്ങളാണ്. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 16 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ LPDDR5ൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ്സിലോട്ട് എടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫോണിൽ IR ബ്ലാസ്റ്റർ എന്നൊരു ഫീച്ചർ വരുന്നുണ്ട്. ഈ ഫോണിൽ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. NFC-യുടെ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇതിൽ വരുന്നുള്ളൂ. ഈ ഒരു ടൈമിലൊക്കെ ലോഞ്ച് ചെയ്യുന്ന ഒരു ഫോണിൽ നമ്മൾ മിനിമം Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ വരുന്നുള്ളൂ. അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് $399.99 എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 35,000 രൂപ പ്രൈസ് റേഞ്ചിൽ.
ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നല്ല ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട്, ക്യാമറയിൽ നൈറ്റ് വിഷൻ ക്യാമറ അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, പിന്നെ ലൗഡായിട്ടുള്ള സ്പീക്കേഴ്സ് വരുന്നുണ്ട്, യു സ്മാർട്ട് കണക്ടർ പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബേസ് വേരിയന്റിൽ തന്നെ 512 GB ഇന്റേണലൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. പിന്നെ സെക്കൻഡറി ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ കുറച്ച് നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള ഫ്രണ്ട് ഡിസ്പ്ലേ ഇതിൽ വരുന്നില്ല. അതുപോലെ തന്നെ പ്രോസസ്സറും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചതല്ല. അപ്പം കുറച്ച് നെഗറ്റീവ്സും വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു മറ്റൊരു നെഗറ്റീവ് എന്താ വെച്ചാൽ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 776.5 ഗ്രാമാണ്. വെയിറ്റ് വളരെ വളരെ കൂടുതലാണ്. ഇപ്പോഴുള്ള ഫോണുകൾ എന്ന് പറഞ്ഞാൽ പൊതുവെ 200 ഗ്രാമിൽ താഴെയാണ് വെയിറ്റ് വരാറ്. ആ ഒരു ടൈമിലാണ് ഇത്രയും കൂടി ഒരു വെയിറ്റ് ഇതിന് വരുന്നത്. അതുമാത്രമല്ല തിക്നെസ് 34 mm വരുന്നുണ്ട്. പൊതുവേ ഇപ്പോഴുള്ള ഫോണുകൾ 8 mm കൂടിപ്പോയാലും 9 mm ഒക്കെയാണ് തിക്നെസ് വരാറ്. പക്ഷേ ഇതിൽ 34 mm ആണ് തിക്നെസ് വരുന്നത്. വളരെ വളരെ കൂടിയൊരു തിക്നെസ്സും ഇതിൽ വരുന്നുണ്ട്. അതും പ്രത്യേകം ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ സെലക്ട് ചെയ്യുമോ എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സെലക്ട് ചെയ്തോളണം എന്നില്ല. കാരണം എനിക്ക് ഫസ്റ്റ് മെയിനായിട്ട് വേണ്ടൊരു കാര്യം പ്രോസസ്സർ പിന്നെ ഡിസ്പ്ലേക്കാണ്. ഈ രണ്ട് കാര്യങ്ങളും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചതല്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഫോൺ സെലക്ട് ചെയ്തോളണം എന്നില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.